Hello, welcome back to my channel Better After Me Jimshi Husi. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു റീസ്റ്റോക്ക് കളക്ഷനായി വന്നിരിക്കുകയാണ്. നമ്മുടെ അഫോർഡബിളിനാണ് റൈറ്റ് ആണ്. 2 പീസ് ഉണ്ടെങ്കിൽ ഫ്രീ ഷിപ്പ് ആയിരിക്കും. നമ്മൾ പോസ്റ്റൽ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല. ഇവിടെ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, സ്ക്രീൻഷോട്ട് വിടുക, അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കാം. നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഓൾ ഇന്ത്യ സർവീസ് ഫ്രീ ആയിരിക്കും, കാരണം പോസ്റ്റലാണല്ലോ. പിന്നെ ഗീവേന്റെ ബാക്കി ഗീവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാനുണ്ട്. ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിലില്ല, നമ്മൾ നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരുപാട് പേര് സെലക്ട് ചെയ്യാൻ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പൊ എനിക്ക് കിട്ടിയില്ല എന്നാരും പരാതി കൊണ്ട് വരരുത്, കാരണം നമ്മളിങ്ങനെ നോക്കി ഒന്നും പാട് യോഗ്യരായവരെ അതിൽ നിന്ന് സെലക്ട് ചെയ്യായിരിക്കും കേട്ടോ. പറഞ്ഞല്ലോ, എല്ലാവർക്കും കൊടുക്കാനുള്ളതൊന്നും നമുക്കില്ല. അപ്പൊ എന്തായാലും ഇൻഷാല്ല കിട്ടുന്നവർക്ക് കിട്ടട്ടെ, കിട്ടാത്തവർക്ക് ഇൻഷാല്ല നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ലാഗ് ആക്കാതെ ഞാൻ പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ, അതായത് പ്യുവർ കോട്ടൺ ആണ്. ടോപ്പും ഉണ്ടാകും, സിഗരറ്റ് ബോട്ടം ഉണ്ടാവും. 499 ആണ്. 2 പീസ് ആവുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആവും കേട്ടോ. നല്ല സിഗരറ്റ് ബോട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 340 രൂപ 360 ഒക്കെ വരുന്ന സിഗരറ്റ് ബോട്ട് ഉണ്ടല്ലോ, അതാണ് നമ്മൾ പെയറായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതും നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പ് തന്നെയാണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. പ്രിന്റോ കളർ ഒന്നും പോവില്ല. ഇനി കളർ പോവുകയാണെങ്കിൽ തന്നെ മേ ബി ഫസ്റ്റ് വാഷിൽ പോവുള്ളൂ. ഇത് വിടുത്ത് ഉണ്ടാകും. വിടുത്ത് ചിലതൊക്കെ നമുക്കൊരു 3XL വിടുത്തുണ്ട്, പക്ഷെ എങ്കിലും XL-ഉം 2XL-ഉം പിന്നെ ലാർജ് വേണ്ടവരെടുത്തിട്ട് ഷേപ്പ് ചെയ്തോളും. 3XL എടുക്കണ്ട, കാരണം ടോപ്പ് മാത്രമേ അവർക്ക് ഓക്കെ ആവുള്ളൂ, ബോട്ട് അവർക്ക് ഓക്കെ ആവാൻ ചാൻസ് കുറവാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾ ഷേപ്പ് ചെയ്തോളുണ്ട് കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിൽ കണ്ടല്ലോ, ഇങ്ങനെ ഹെവി ത്രെഡാണ് വന്നിട്ടുള്ളത്. ഇതാണ് വർക്ക്, ഫുള്ളി അജറക്കാണ് കേട്ടോ. അപ്പൊ ലെങ്ത് ഞാനിവിടെ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുക എത്രയാണെന്ന്. സ്ലീവ് ഒക്കെ കണ്ടല്ലോ, ഇങ്ങനെ ഫുൾ പ്ലെയിൻ ആയിട്ട് സ്ലിറ്റഡ് ആയിട്ട് ടോപ്പ് ആയിരിക്കും. വിത്തൗട്ട് ലൈനിങ് ആണ്, ട്രാൻസ്പെറന്റ് ഒന്നും അല്ല കേട്ടോ. അതായത് നേരടിക്കില്ല. കണ്ടല്ലോ, നല്ല അലാസ്റ്റിക് വന്നിട്ടുള്ള നല്ലൊരു സിഗരറ്റ് ബോട്ടാണ്. ബോട്ടത്തിന്റെ ലെങ്ത്തും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇത് ഷെയ്ഡ് വന്നിട്ടുള്ള നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും ഷെയ്ഡ് മനസ്സിലാവില്ല, ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. അപ്പൊ ഒരുപാട് പ്രിന്റ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റിയ പ്രിന്റ് നോക്കിയിട്ട് 2 എണ്ണം പെയർ ആയിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പൊ 998 വരുള്ളൂ. നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. കാരണം സ്കൂളും കോളേജൊക്കെ തുറക്കുമല്ലോ, പിന്നെ ഓഫീസിൽ പോകുന്നവരുണ്ടാവും, സോ അവരൊക്കെ എടുത്തോളൂ കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫുൾ സെറ്റ് ചുരിദാറൊക്കെ ആണെങ്കിൽ 790 ഒക്കെ റേറ്റ് വരും കേട്ടോ. ഇത് നമ്മുടെ 2 പീസ് ആണെന്നുള്ളൂ. ഇതേതാ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഇതും പിക്കോക്ക് ബ്ലൂ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഹെവി ത്രെഡ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. നല്ലൊരു അജറക് പ്രിന്റ് ആണ്. ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പെയർ വരുന്നത്. അപ്പോൾ ഓരോന്നും ഞാൻ കളർ പറയാം, കാരണം കളർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കളർ മനസ്സിലാവൂല. അപ്പൊ നെക്സ്റ്റ് ഇതാണ് കേട്ടോ. നല്ല ഹെവി ത്രെഡാട്ടോ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രിന്റ് ഞാൻ ശരിക്കും നിവർത്തി കാണിച്ചു തരാം. കളർ ഞാൻ പറയാം. ഇതൊരു ബ്രൗണിലാണ് വന്നിട്ടുള്ളത്. ബ്രൗണിൽ ഒരു ബ്ലൂ, പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള അജറക് പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ കോട്ടൺ സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ വെയർ ചെയ്യാൻ. നല്ലൊരു ബ്ലൂ ആണ് ഇതിൽ ബോട്ടം പെയറായി വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഈ സെറ്റ് വരുന്നത്. കാണുന്നുണ്ടോ പ്രിന്റ്? ഇതാണ് പ്രിന്റ്. അപ്പൊ ഇതിൽ തന്നെ, ഈ പ്രിന്റിൽ തന്നെ വേറെയും പീസസ് ഉണ്ടാകും, പക്ഷെ പാൻറ്റിന്റെ ഷെയ്ഡ് മാറും. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, എന്നോട് കറക്റ്റ് ചോദിച്ചിട്ട് എടുക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ മാറിപ്പോക്കും. സെയിം ആണ്, കണ്ടല്ലോ, നല്ലൊരു ബ്രൗൺ ആണ്. ബ്രൗൺ ആണ്. ബ്രൗണിൽ നല്ല മെറൂൺ ഷെയ്ഡാണ് ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലാർജ് XL XXL അവർ മാത്രം എടുത്താൽ മതി കേട്ടോ. 3XL എടുക്കണ്ട, നിങ്ങൾക്ക് സൈസ് ടോപ്പ് ഓക്കെ ആവും, ബോട്ടം ഓക്കെ ആവില്ല കേട്ടോ. പിന്നെ ടോപ്പ് ഓൺലി കിട്ടുമോ ചോദിക്കും പലരും. ഇത് ടോപ്പ് ഓൺലി ഇല്ല, കാരണം അഫോർഡബിളിന് നിങ്ങൾക്ക് ഒരു ബോട്ടം കൂടി ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ടല്ലോ. നെക്സ്റ്റ് നല്ല പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു അജറക് പ്രിന്റ് ആണ് കേട്ടോ. ഇതിൽ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റിയതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ചോദിച്ചാൽ മതി കേട്ടോ, കാരണം എന്തായാലും സ്റ്റോക്ക് ഉണ്ടാകും, കാരണം ക്വാണ്ടിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു ദിവസം കഴിഞ്ഞ് കാണുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ, ഏതെങ്കിലുമൊക്കെ പീസസിൽ എന്തായാലും സ്റ്റോക്ക് ഉണ്ടാകും. ചിലതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാവരും ചോദിക്കാൻ മടിക്കും, ഐറ്റം കഴിഞ്ഞിട്ടുണ്ടാവും കരുതിയിട്ട്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വർക്ക് കാണുന്നുണ്ടല്ലോ, പക്ഷെ എല്ലാം ഒന്നും കഴിയില്ല കേട്ടോ. പിന്നെ ഇത് ഏതാ ഷെയ്ഡ് എന്ന് വെച്ചാൽ നല്ലൊരു ബ്ലാക്കിലാണ്. ബ്ലാക്കിൽ മെറൂൺ കളറാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. പ്രിന്റ് ആദ്യം ഞാൻ നിവർത്തി ഒന്ന് കാണിക്കാം കേട്ടോ, കാരണം ഇത് പുതിയ പ്രിൻ്റാണ്. എല്ലാ ഷെയ്ഡും കാണിച്ചിട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇത് നല്ലൊരു ബ്രൗൺ പോലത്തെ ഷെയ്ഡാണ് കേട്ടോ. അതിൽ മെറൂണാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇത് നെക്ക് ഉണ്ടല്ലോ, ചിലത് ഇങ്ങനെ നെക്കിൽ ഡിസൈൻ ഇങ്ങനെ മാറും കേട്ടോ. നല്ല അടിപൊളി പ്രിന്റ്, എന്താ പറയുക, എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. ഒരു ഹെവി എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്, ലോക്കലൊന്നുമല്ല.
അപ്പോൾ അതിൻ്റെ ഒരു പ്രിന്റ്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇത് നല്ല പിക്കോക്ക് ഷെയ്ഡാണ്, അതിൽ നല്ല മെറൂണാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊന്ന് നിവർത്തി കാണിക്കാം കേട്ടോ. എല്ലാം ഒന്ന് നിവർത്തണ്ടെന്ന് കരുതിയിട്ടാണ്. കണ്ടാലോ, ഇതിൻ്റെ നെക്കത്തെ ഈ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവും. ഇതൊന്നും പോരൂല കേട്ടോ, ഈ പ്രിൻ്റൊന്നും എന്താ പറയുക അതിമൊന്നും ഇങ്ങനെ ഇതായി പോരൊന്നുമില്ല. ബാക്കിൽ ചിലതൊക്കെ ന്യൂസ് പേപ്പർ കട്ടിങ് ആയിരിക്കും, അത് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് വരിക, അതൊന്ന് വാഷ് ചെയ്യുമ്പോൾ പോകും. പിന്നെ പാൻറ്റിന് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ്. ഇതിങ്ങനെ മാച്ച് ചെയ്ത് വരുമ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഓരോ ബോട്ടം ടോപ്പും വന്നിട്ടുള്ളത്. സോ ആവശ്യമുള്ളവർ എടുക്കുകൊണ്ട് തീർച്ചയായും ഈ സ്കൂളിൽ ഞാൻ പറഞ്ഞാൽ സ്കൂളും കോളേജൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും. ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രീമിയം സെറ്റാണ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക വയലറ്റിൽ ബ്ലൂ കളർ ബോട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ വെയർ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി അറിയാം. ഈ ഒരു സെറ്റിൻ്റെ കണ്ടല്ലോ, ഇങ്ങനെയാണ് സെറ്റ് വന്നിട്ടുള്ളത്. ഇതിലോട്ട് എന്താ പറയുക നമ്മുടെ സാധാ ഷോൾ ഉണ്ടല്ലോ, നമ്മുടെ നോർമൽ നമ്മുടെ ജോർജറ്റിൻ്റെ ഹിജാബ്സ് ഒക്കെ വെയർ ചെയ്യാം. ഇല്ല ചില പാറ്റേൺസിനൊക്കെ നമ്മുടെ ബനാറസി ദുപ്പട്ടൊക്കെ നന്നായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ അടുത്തൊരു പ്രിന്റ് ഇതാട്ടോ, ഇതിനൊക്കെ നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോൾ. ഇതാണ് പ്രിന്റ്, നല്ല അജ്രക് പ്രിന്റ് ആണ് കേട്ടോ. ഷെയ്ഡ് വയലറ്റിൽ ഒരു ബ്രിങ്ക് ഓറഞ്ച് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഐ തിങ്ക് ബ്ലാക്ക് ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ പെയറായിട്ട് വരുന്നത്. പ്രിന്റ് ഒന്നും പാടെ എടുത്തുനിന്ന് കാണിക്കാം. കാണുന്നുണ്ടല്ലോ പ്രിന്റ്, നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ പാൻറ് ഉണ്ടല്ലോ കറക്റ്റായിട്ട് വെക്കണം, ഇല്ലെങ്കിൽ പാൻറ് തിരിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ള ഷെയ്ഡ് നല്ല ബ്രൗൺ ഷെയ്ഡാണ്. പ്രിന്റ് നേരത്തെ കാണിച്ചല്ലോ, ബ്രൗണിൽ റെഡാണ്. ഇത് നമ്മുടെ ചില്ലി റെഡ് പോലത്തെ റെഡാണ് കേട്ടോ. ഓക്കെ, അടുത്തത് വന്നിട്ടും ബ്രിങ്ക് ഓറഞ്ച് പോലത്തെ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അതിൽ ഗ്രീനാണ് ഈ ഒരു നെക്കിൻ്റെ ബോർഡർ വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ബോട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ട ബോട്ടം ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി കേട്ടോ, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ. അടുത്ത പ്രിന്റ് ഇതാണ് പ്രിന്റ്. ഇതിൽ മെയിൻ ഷെയ്ഡ് വന്നിട്ടുള്ളത് പർപ്പിളാണ്, ബേസായിട്ട് ക്രീമാണ്, പക്ഷെ ഇതിൽ പർപ്പിളാണ് കളർ വന്നിട്ടുള്ളത്. പർപ്പിളിന് ബോട്ടം വന്നിട്ടുള്ളത് നല്ല ക്രീം ഷെയ്ഡ് ബോട്ടാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടല്ലോ, നല്ല നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, ഇതൊക്കെ വെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. വീട്ടിലും അത്യാവശ്യം നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ, ഇട്ടാലും പെട്ടെന്ന് നാശമായി പോകത്തൊന്നുമില്ല. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ബോട്ടം കണ്ടല്ലോ നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ വർക്ക് സെയിം തന്നെയാണ്, എല്ലാം നിവർത്തേണ്ട കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതും തന്നെ ആ ഒരു ബ്ലൂ തന്നെയാണ്, പക്ഷെ ആ ബോട്ടം വന്നിട്ടുള്ളത് കണ്ടല്ലോ ആഷ് ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് 2 പീസ് വെച്ചെടുത്തോളൂ കേട്ടോ. എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും, ഇത്ര ക്വാളിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പീസ് മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആരോടും ചോദിച്ചാൽ മതി, ഇതേപോലെ ഞാൻ ഡ്രസ്സ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പ് തരാതെ കഴിച്ചിലാവാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് കേട്ടോ ഷെയ്ഡ്. ഇതൊരു ലൈറ്റ് ലാവൻഡർ പോലത്തെയാണ് ഇതിൽ ബേസ് വന്നിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ളത് ക്രീം ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ യോക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് ഇങ്ങനെയാണ് യോക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൽ 2 പീസും കൂടി ഉണ്ട് കേട്ടോ. നല്ലൊരു റെഡിഷിൽ വന്നിട്ടുണ്ട്. ബോട്ടം വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇത് ടൊമാറ്റോ റെഡാണോ എന്തായാലും അങ്ങനത്തെ ഒരു റെഡ്, ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, ആ ഒരു ടൈപ്പ് റെഡാണ് കേട്ടോ. പിന്നെ ആ സെയിം ഷെയ്ഡ് തന്നെയാണ് ഇതും, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ബോട്ടം വന്നിട്ടുള്ളത് ക്രീമാണ്. ഓക്കെ, നമ്മുടെ ക്രീം ഷെയ്ഡ് ബോട്ടാണ് ഇതിന് പെയറായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി കുറച്ചും കൂടി കളക്ഷൻസ് കാണിക്കാനുള്ളത്. ഓക്കെ, ഇതും തന്നെ നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഐറ്റാണ്. ഇത് അജറക്കല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഫ്ലവർ വർക്കാണ് കേട്ടോ. അപ്പം ഇതിലും നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പ്രിന്റ്. പോക്കറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പോക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് സൈസിൻ്റെ എന്താ പറയുക XXL ഒക്കെ ഉണ്ടല്ലോ, കിട്ടിയ പാടിൽ കുറച്ച് ലൂസ് ഉണ്ട് കരുതിയിട്ട് നിങ്ങൾ ഷേപ്പ് ചെയ്യരുത്, മറിച്ച് നിങ്ങളിത് ഫസ്റ്റ് വാഷ് ചെയ്യാം. ഫസ്റ്റ് വാഷിൽ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ലൈറ്റായിട്ട് കളർ പോകാൻ ചാൻസ് ഉണ്ട്, പിന്നെ പോകില്ല. അപ്പം നിങ്ങൾ ഫസ്റ്റ് വാഷ് ചെയ്ത ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം, കാരണം ചെറുതായി ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടല്ലോ റെഡാണ് കേട്ടോ ഇതിന് ബോട്ടം പെയറായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ഒത്തിരി പീസസ് ഉണ്ട്.
അപ്പോൾ ഓരോന്നും ഞാൻ കാണിക്കാം. ബോട്ടത്തിൻ്റെ ഷെയ്ഡ് മാറും കേട്ടോ ചിലതൊക്കെ. ഇത് കണ്ടാവും, ഇതൊരു ബ്രൗൺ പോലത്തെ ഷെയ്ഡാണ്. ബോട്ടം വന്നിട്ടുള്ളത് നല്ല റെഡിലാണ് കേട്ടോ. നേരത്തെ കാണിച്ചൊരു ക്രീം ആയിരുന്നില്ലേ, സോറി മെറൂണിൽ ക്രീം ആയിരുന്നു. ഇത് മെറൂണല്ല, അതൊരു ബ്രൗണിൽ ക്രീമാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷെയ്ഡ് കാണാൻ. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് നല്ല ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ബ്ലൂ ഷെയ്ഡിൽ ബോട്ടം വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ടൈപ്പ് റെഡിലാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഇതിൻ്റെ നല്ല ഗ്രീനാണ് കേട്ടോ. ഗ്രീൻ ഞാൻ ഫുള്ള് നിവർത്തി കാണിക്കുക. നല്ല ഭംഗിയുണ്ട് ഗ്രീൻ കാണാൻ. ഗ്രീനിൻ്റെ ഫുൾ വ്യൂ കാണിക്കാം. കണ്ടല്ലോ, ഗ്രീനിൽ നല്ല ഗ്രീൻ കളറ് ബോട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ വെയർ ചെയ്യുമ്പോൾ കാണുന്നില്ല എത്ര ലെങ്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ലെങ്ത്തൊക്കെ കിട്ടുന്ന ഒരു ടോപ്പ് തന്നെയാണ്. ലെങ്ത്ത് കുറവൊന്നുമല്ല, അത്യാവശ്യം ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ഞാൻ ഈ വെയർ ചെയ്ത് അയച്ചിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ഒരു വീഡിയോയിൽ ഞാനിത് വെയർ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ഷേപ്പ് ചെയ്തിരുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക ക്രഞ്ചി സിൽക്കിൽ വന്നിട്ടുള്ള പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ. 1390 രൂപയായിരുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഈ ഒരു പ്രിൻ്റ് ഞാൻ ഫുൾ വ്യൂ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എംബ്രോയ്ഡറി ത്രെഡ് ഉണ്ടല്ലോ യോക്കിത്തെ, ആ ത്രെഡ് വന്നിട്ടുള്ളത് നല്ല ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വേറെ ചെയ്താലൊക്കെ അടിപൊളിയായിരിക്കും. അപ്പം മിസ് ചെയ്യണ്ട, കാരണം ഇതൊക്കെ ക്വാളിറ്റി ഉണ്ട്. ലോക്കലൊന്നും അല്ല. കുറച്ച് നമ്മൾ ലോക്കൽ കൊണ്ടുവരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മെറ്റീരിയൽ പെട്ടെന്ന് ചീത്തയാവും. പക്ഷെ നല്ല കോട്ടൺ ആകുമ്പോൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങളൊരു സ്റ്റിച്ച് നല്ലപോലെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ തുന്നു വിടും. പക്ഷെ ഇതങ്ങനെ തുന്നു വിടൊന്നുമില്ല. നല്ല റെഡിഷാണ് ബോട്ടം വന്നിട്ടുള്ളത്. ചിലത് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ സ്റ്റിച്ച് ആകുമ്പോൾ തുന്നു വിടും. പിന്നെ ഇത് തുന്നു വിടില്ല, പക്ഷേ എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഷേപ്പ് ചെയ്യുമല്ലോ, അപ്പോൾ ഓക്കെ ആയിരിക്കും. മെറ്റീരിയൽ കേട് വരില്ല കേട്ടോ, ഞാൻ ഗ്യാരണ്ടി തരാം. നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല മെറൂൺ ബോട്ടം വന്നിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ യോക്കിത്തെ വർക്ക് ചിലതൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇത് നല്ല പർപ്പിളാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ടുള്ളത്. പർപ്പിളിൽ ബോട്ടം വന്നിട്ടുള്ളത് നല്ല മെറൂൺ ഷെയ്ഡാണ്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇതൊക്കെ എന്താ പറയുക മാച്ചിങ് കളേഴ്സ് ആണോന്ന്. മാച്ചിങ് കളേഴ്സ് തന്നെയാണ് കേട്ടോ, അല്ലാത്ത ഷെയ്ഡൊന്നും ബോട്ടം പെയറായിട്ട് വരുമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല പർപ്പിൾ ഷെയ്ഡിൽ നല്ല ഗ്രീൻ കളർ ബോട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്കിലായിരിക്കും ആ ഷെയ്ഡ് വരിക. കണ്ടല്ലോ, യോക്കിൽ ബ്രൗൺ ആണ് ത്രെഡ് വന്നിട്ടുള്ളത്. അപ്പോൾ സോറി, ബ്രൗൺ അല്ല, ഗ്രീൻ ആണ് ത്രെഡ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു സെറ്റ് വരുന്നത്. ഇനി കുറച്ചൊന്നുമില്ല, ഇനി അധികമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഓർഡർ തരാൻ മറക്കരുത്. നിങ്ങൾ വീഡിയോ എപ്പോഴാണോ കാണുന്നത് വെച്ചാൽ അപ്പോൾ എനിക്ക് ഓർഡർ ചെയ്തുകൊണ്ടു. നെക്സ്റ്റ് ഇതാ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഈ ഒരു പ്രിൻ്റ് കാണുന്നുണ്ടോ? ഇതാണ് പ്രിൻ്റ്. ഇങ്ങനെ ഈ സൺലൈറ്റിൻ്റെ മുന്നിൽ വരുമ്പോൾ ചിലതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയി തോന്നുന്നുണ്ട്, പക്ഷെ നേലടിക്കൂല കേട്ടോ. കട്ടിയുണ്ട് കേട്ടോ മെറ്റീരിയൽ. നല്ല ഗ്രീൻ കളർ ബോട്ടാണ് വന്നിട്ടുള്ളത്. നല്ല മാച്ചിങ് ഷെയ്ഡാണ് കേട്ടോ. പർപ്പിളും ഗ്രീനും നല്ല കോമ്പിനേഷൻ ഷെയ്ഡാണ്. കാരണം സൺലൈറ്റ് വരുമ്പോഴേ ചിലതൊക്കെ നേലടിക്കുന്ന പോലെ തോന്നും, പക്ഷെ വേറെ ചെയ്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ലൈനിങ് ടോപ്പിന് വരുന്നൊന്നുമില്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ അതേ അടുത്ത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ ഈ ഒരു റെഡാണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് ഉണ്ടാവും കേട്ടോ. അത് ഞാൻ പിന്നെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കാതെ. ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഇനി വളരെ കുറച്ച് സ്റ്റോക്ക് തന്നെ ഉള്ളൂ. നെക്സ്റ്റ് ഇതിൻ്റെ ഫുൾ വ്യൂ കാണിക്കാം. അയ്യോ, വർത്താനം പറഞ്ഞു കഴിഞ്ഞു. നല്ല ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്കിൽ കാണുന്നുണ്ടല്ലോ അല്ല ത്രെഡ്. ബ്ലാക്ക് കളർ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിൽ കണ്ടല്ലോ ത്രെഡ് നോക്ക്, അടിപൊളി ത്രെഡാട്ടോ. യോക്കിലൊക്കെ നല്ല അടിപൊളി മെറൂൺ ഷെയ്ഡ് റെഡിഷിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. അടുത്തത് കാണിക്കാം കേട്ടോ. അടുത്തത് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ഷെയ്ഡിൽ നമുക്ക് ബോട്ടത്തിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ കളക്ഷൻസൊക്കെ എനിക്ക് ഇഷ്ടമാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുന്നത്. പിന്നെ പ്രീമിയം കളക്ഷൻസ് ആണെന്ന് ഞാൻ എന്താ പറയുക ഉറപ്പ് തരാം കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു പ്രിൻ്റാണ്. ഈ ഒരു പ്രിൻറ്റും നമുക്ക് അത്യാവശ്യം എന്താ പറയുക പോയിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഗ്രീനിൽ നല്ലൊരു മെറൂൺ അല്ല ഒരു റെഡിഷാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത്. ഓക്കെ, കാരണം 2 പീസിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. ഈ ചില ഹിന്ദു കുട്ടികൾക്കൊക്കെയാണ് അധികം 2 പീസ് ഓർഡർ എന്താ പറയുക നൽകാറ്. കാരണം ഷോൾ ഇടാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഈ ഒരു ഫോർഡബിൾ നൈനിൽ ഈ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അഫോർഡബിൾ ആയി തോന്നുന്നുണ്ടാവും. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ജോർജറ്റ് ഹിജാബ് ഇട്ടാൽ മതി കേട്ടോ, അത് ഇതിന് മാച്ച് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ബ്രൗൺ കളറാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഇതിൽ ഈ ബ്രൗൺ ഉണ്ടാവും കേട്ടോ.
ഈ ഒരു ടോപ്പിൽ. അതുകൊണ്ടാണ് അതിന് പെയറായിട്ട് ആ ഒരു കളർ തന്നെ ബോട്ടം കിട്ടുന്നത്. ലാസ്റ്റ് പീസ് ഞാൻ കാണിക്കാം. ഇതോടുകൂടി ഈ ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഇത് നല്ല ഒരു ബ്ലാക്കിലാണ്, ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ, കണ്ടല്ലോ. നല്ലൊരു മെറൂൺ ഷെയ്ഡ് ബോട്ടാണ്. ലോക്കൽ ബോട്ടല്ല കേട്ടോ. അത്രയും എടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ലോക്കൽ സീക്രട്ട് ബോട്ടെല്ലാം വന്നിട്ടുള്ള ക്വാളിറ്റി ഉള്ള കോട്ടൻ്റെ ഒക്കെ നല്ല ബോട്ടം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇൻഷാല്ലാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്യുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ എപ്പോഴാണ് കാണുന്നത് വെച്ചാൽ അപ്പോൾ എനിക്കൊന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റോക്ക് ഉണ്ടോയെന്ന്. ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ചിലപ്പോൾ ചില പീസസ് ലിമിറ്റഡ് ആയിരിക്കും. അപ്പം നിങ്ങളത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞൊന്നും കരുതി എല്ലാം കഴിയണമെന്നൊന്നുമില്ല, ചില സ്റ്റോക്കേ കഴിയുന്നുണ്ടാവുള്ളൂ. അപ്പം ഇൻഷാല്ലാ നെക്സ്റ്റ് നാളത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഗീവ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം കേട്ടോ.